വയനാടിനെ സഹായിക്കാൻ നടത്തിയ ബിരിയാണി ചലഞ്ചിൽ നിന്ന് പണം തട്ടി 3 CPM പ്രവർത്തകർക്കെതിരെ കേസ്. 24 നിങ്ങൾ ഒരു നല്ല ന്യൂസ് ചാനലാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്താണ് നിങ്ങൾ ഇങ്ങനെ വാർത്തകൾ മുഴുവനായിട്ട് കൊടുക്കാതെ, വസ്തുതകൾ മനസ്സിലാക്കാതെ മുഴുവനായിട്ട് വേണ്ട വാർത്തകൾ കൊടുക്കാനായിട്ട് ഇങ്ങനെ അരമുറി വാർത്തകൾ കൊടുത്ത് പ്രസ്ഥാനത്തിന് നാണം കെടുത്താനാണോ നിങ്ങൾ നോക്കുന്നത്? വാർത്ത ഇനി കൊടുക്കുമ്പോൾ മുൻ കാപ്പ കേസ് പ്രതി ഉൾപ്പെടെ 3 CPM പ്രാദേശിക നേതാക്കൾക്കെതിരെ കേസ് എന്ന് വേണ്ടേ കൊടുക്കാനായിട്ട്? കാപ്പ കേസ് പ്രതി 3 CPM പ്രവർത്തകർക്കെതിരെ കാപ്പ കേസ് പ്രതി കൂടി ചേർന്നുകൊണ്ടാണെന്ന് വിളി. എനിക്കറിയാത്തത് ഈ കാപ്പ കേസ് എന്ന് പറയുന്നത് വല്ല ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത ആൾക്കാർക്ക് കൊടുക്കുന്ന അംഗീകാരം വല്ലതാണെന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. അല്ല, CPM-നോട് വലിച്ചു കയറ്റുന്നുണ്ട് ഇങ്ങനെ കുറെ ആൾക്കാരെ. എന്റെ അറിവിൽ കാപ്പ കേസ് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർക്ക് അത്രയും ശല്യമായിട്ട് നാട്ടുകാർക്ക് സൗകര്യം കെട്ട് ആ നാട്ടിൽ നിന്ന് തന്നെ ഓടിക്കുന്നത്, അല്ലെങ്കിൽ നാട്ടിലോട്ട് കയറി പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് ഈ കാപ്പ. ഇങ്ങനെ സമൂഹത്തിന് തന്നെ ഉപദ്രവമായിരിക്കുന്നവന്മാരെയൊക്കെ എന്തിനാണ് ഈ സമൂഹത്തിലേക്ക് അടിച്ചുവിടുന്നത്? ഇവന്മാരൊക്കെ എന്താണ് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പോകുന്നത്? അവരൊക്കെ CPM-ലോട്ട് വിളിച്ചു കയറ്റുവാണ് എന്തിനു വേണ്ടി? പിന്നെ അങ്ങനെയുള്ള ഒരാളുടെ ആവശ്യം പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റൂല. എന്നാലും 24 നിങ്ങൾ വാർത്തകൾ കൊടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് വേണ്ടേ കൊടുക്കാനായിട്ട്? ജനങ്ങളിലേക്ക് അരമുറി വാർത്തയാണ് എത്തിക്കേണ്ടത്, മുഴുവൻ സത്യങ്ങൾ നമ്മൾ എത്തിക്കണ്ടേ? പിന്നെ ഇത് പാവങ്ങളുടെ പാർട്ടിയാണ്, അതിൽ തർക്കമൊന്നുമില്ല. 3 പാവങ്ങളുടെ പട്ടിണി മാറ്റാനായിട്ട് ചെയ്തൊരു ദുരിതാശ്വാസ പ്രവർത്തനമാണെന്ന് കൂട്ടിയാൽ മതി. ആ പൈസയൊക്കെ പോയി, ഇനി ഒന്നും പറഞ്ഞ കാര്യമൊന്നുമില്ല.